ഇരിപ്പ് കണ്ടു ഒളിഞ്ഞ് അവിടെ നിന്ന് ഒളിഞ്ഞ് അവിടെ ഇരിക്കുന്നത് എന്താണെന്നറിയാമോ? നല്ല പണിയിലായിട്ടോ അവിടെ അടുക്കളയിലൊക്കെ ഇങ്ങനെ എൻ്റെ പറകെ നടക്കുവേ. കണ്ടു കണ്ടു ചെന്ന് അവിടെ കട്ടിലിരിക്കടാ, തണുപ്പെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. മമ്മി ഇവിടെ ഉണ്ട്, നീ ഒളിഞ്ഞിരിക്കണ്ട, മമ്മി ഇവിടെ ഉണ്ട്. നല്ല പണിയിലായിട്ടോ ഫ്രണ്ട്സ്. കണ്ടോ കട്ടൻസുകളും ഒക്കെ ഓരോരോ കാര്യങ്ങൾ ഒതുക്കലും മനസ്സിലാവുന്നുണ്ട്. നല്ല ജോലിയിലൊക്കെയാണെന്ന്. ഇത് കണ്ടോ കട്ടൻസ്, ഇത് കണ്ടോ നമ്മൾ നല്ല പിടിക്കലും അടുക്കലും ഒതുക്കലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ അങ്ങനെ ഓരോന്ന് കാലിയൊക്കെ ആക്കി നമ്മൾ വെക്കുന്നുണ്ട്. നല്ല പണിയിലാണ്. നല്ല പണിയിലാണ് മമ്മ ഇപ്പം അടുക്കളയില്ല, സാമ്പാർ വെക്കുന്നു കേട്ടോ. അവിടെ ഇരുന്നു അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരുത്തനെ ഒരു കണ്ണ് ഒരു ഇച്ചിരി തല ഇങ്ങോട്ട് നേരെ വാ. എന്തിനാ നീ അവിടെ ഒളിഞ്ഞു പാത്തിരിക്കുന്നത്? അവിടെ ഇരുന്നോ, ഒളിഞ്ഞു പാത്തിരിക്കാതെ ഇവിടെ ഇരുന്നോ. മമ്മ കറിയൊക്കെ വെക്കട്ടെ, ചേട്ടക്കൊക്കെ പോകണ്ടേ. ചേട്ടക്കൊക്കെ പോയി ഇതിൻ്റെ ഇടയിൽ പുറത്തുള്ള പണികൾ, ഇതിൻ്റെ ഇടയിൽ പണിക്കാരിയില്ല. എന്തൊക്കെ തുണികളൊക്കെ മടക്കി വെക്കുന്നു. കട്ടൻസൊക്കെ കണ്ടില്ലേ, ഓരോന്ന് ഒതുക്കി പറക്കിയൊക്കെ വെക്കുന്ന കേട്ടോ. അപ്പം നമ്മൾ കുറേ പണികൾ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇരുന്നോ, കട്ടിലിൽ ചെന്നിരുന്നോ, തണുപ്പ് കാലിൽ. ചേച്ചിയുടെ റൂമിലിരുത്തി ചേച്ചിയെ ഒച്ച വെച്ചെടുത്ത് ചേച്ചി തുറന്നു വിട്ട് അവരെ എന്നെ കാണണം. അച്ഛനും ഇല്ല കേട്ടോ, അച്ഛൻ നാട്ടിൽ പോയിരിക്കുകയാണ്, 2 ദിവസമായി. വരും കേട്ടോ, പെട്ടെന്ന് തന്നെ വരും, 2 ദിവസത്തിനുള്ളിൽ വരും. കാര്യമുണ്ടായി അതുകൊണ്ട് പോകുന്നതാണ് കേട്ടോ, പോയതാണേ. അപ്പം അതുകൊണ്ടാണ് അതേ കൊച്ച് ഇരിക്കുന്നതാണ് ഇങ്ങനെ. അപ്പം അതുകൊണ്ട് എൻ്റെ പിറകെ തന്നെ കേട്ടോ. അച്ഛനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെന്ന് പണിക്കാരെയൊക്കെ നോക്കും. അപ്പോൾ അച്ഛനും ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാ പണിയും എടുക്കണം, എല്ലാം നോക്കണം, ഇവനെ പുറത്ത് കൊണ്ടുപോകണം, എല്ലാം ചെയ്യണം. ഇങ്ങനെ ഒളിഞ്ഞു പാത്തിരുന്ന് നോക്കണം എൻ്റെ പൊന്നു മോൻ. അമ്മി പാപ്പൊക്കെ വെക്കട്ടെ, പൊന്നിന് പാപ്പൊക്കെ വെക്കട്ടെ.